പോൺ കിൽസ് എന്ന് പറയുന്നത് ഇന്ന് വലിയ ടോപ്പിക് ഒന്നുമല്ല. കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഇതിനെ നോർമലൈസ് ചെയ്യാനും ഗ്ലോറിഫൈ ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട്. മെയിൻലി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പോൺ ഇൻഡസ്ട്രിയിലെ വലിയ കമ്പനികളാണ്. കാരണം അവർ വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ്. സോ അവരുടെ ഫണ്ടിങ്ങും അവരുടെ പവറും ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരിലേക്ക് ഇത് എത്തിക്കാനും അവനെ കൊണ്ട് ഇതൊന്നും വലിയ കാര്യമല്ല, ഇതൊക്കെ എനിക്ക് കൺസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ചിന്തിപ്പിക്കാനും അവരെ കൊണ്ട് സാധിക്കും. ഫോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാർ അവരുടെ സ്വകാര്യ നിമിഷങ്ങളെ, അങ്ങനെ പറയാൻ പറ്റത്തില്ല, അതിലും കൂടുതലാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെ വീഡിയോ രൂപത്തിലോ ഫോട്ടോ രൂപത്തിലോ ആക്കി ആളുകളിലേക്ക് എത്തിക്കുന്നതാണ് മോഡേൺ ഡേയിലെ പോണോഗ്രഫി എന്ന് പറയുന്നത്. അതുപോലെ പോൺ കൺസംഷൻ എന്ന് പറയുന്നത് അയാളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഈ പോൺ കാണുകയും അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നതാണ് സമൂഹത്തിൽ നടക്കുന്ന പോൺ കൺസംഷൻ. സോ ഇതിന്റെ ബേസിക് ഓവർവ്യൂ വളരെ സിമ്പിളാണ്. ഒരു കൂട്ടം ആൾക്കാർ ഇത് ക്രിയേറ്റ് ചെയ്യുന്നു, സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നു, അവരല്ലെങ്കിൽ അവൾ അത് കാണുന്നു, അവർ സാറ്റിസ്ഫൈഡ് ആകുന്നു, അവിടെ കൊണ്ട് ആ കാര്യം തീരുന്നു. ഇതിലെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് പോൺ അഫക്റ്റ് ചെയ്യുന്നത് ഒരാളുടെ ഫിസിക്കലായിട്ടുള്ള ഫോമിനെയല്ല, അവന്റെ മെന്റൽ ഹെൽത്തിനെയാണ്. മെന്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, രണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന രീതിയും. ഉദാഹരണം ലില്ലി ഫിലിപ്സ് എന്ന് പറഞ്ഞൊരു പോൺ സ്റ്റാർ, അവൾ 100 പേരെ എങ്ങാണ്ട് വെച്ചൊരു സ്റ്റണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ആ ഒരു അരോചകത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് വളരെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പോൺ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് ആണ്. സോ യങ്സ്റ്റേഴ്സിന്റെ മൈൻഡിലേക്ക് തന്നെ ആലോചിച്ച് നോക്കിയേ, ഒരു പെൺകുട്ടി 100 പേരുടെ കൂടെ സെക്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവന്റെ മൈൻഡിലുണ്ടാകുന്ന എക്സ്പെക്ടേഷൻസ് ഒക്കെ എന്തായിരിക്കും, അവന്റെ മൈൻഡിൽ കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കും. അതുപോലെ തന്നെ ഒരാളുടെ മൈൻഡിലെ കാര്യം ഡിഫറൻ്റ് ആണ്. ഇത് കണ്ടു വളരുന്ന ഒരു യങ്സ്റ്റർ അവന്റെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്യുന്ന ഇമേജസ് ഡിഫറൻ്റ് ആണ്, അല്ലെങ്കിൽ അവന്റെ എക്സ്പെക്ടേഷൻസ് ഡിഫറൻ്റ് ആണ്, അവന്റെ ഒരു ഡോപ്പമിൻ റഷ് ഡിഫറൻ്റ് ആണ്. സോ ഇത് കണ്ടു വളരുമ്പോഴത്തേക്ക് അവന്റെ മൈൻഡിൽ അവൻ ഫീൽ ചെയ്യുന്നത് ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതാണ് റിയാലിറ്റി എന്നാണ്. സോ അത് അവന്റെ മൈൻഡിനെ ഒരുപാട് ഈവിൾ തന്നെ ആക്കി മാറ്റും. ഇതെല്ലാം കൺസ്യൂം ചെയ്ത് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു യങ്സ്റ്ററിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ലിവിങ് സോംബി ടൈപ്പ് ആയിരിക്കും. കാരണം അവന് പിന്നെ ഹാപ്പിനെസ് ഇല്ല, വികാരങ്ങളില്ല, റിയാലിറ്റി ആയിട്ട് ടച്ച് ഇല്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഡോപ്പമിൻ റിലീസായി ഇനി അവന് ഹാപ്പിനെസ് എന്താണെന്ന് അറിയത്തില്ല. കാരണം അവന്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ സെയിം പോൺ തന്നെ വീണ്ടും കാണാൻ എക്സ്ട്രീം ലെവൽസിലോട്ട് പോവുക. ആദ്യം സിമ്പിൾ ഒരു ഫോട്ടോയെ തുടങ്ങിയതിനായിരിക്കും ഇപ്പോൾ അവന് വേണ്ടത് എക്സ്ട്രീം ലെവൽ ഓഫ് പോണോഗ്രഫിയാണ്. സോ അങ്ങനെ ഈ ഡോപ്പമിൻ റഷ് വന്ന് അവനൊരു ലിവിങ് സോംബി ആയിട്ട് മാറും. ഇതെല്ലാം കഴിഞ്ഞ് സമൂഹത്തിൽ വേറൊരു ടോക്ക് ഉണ്ട്, അതായത് ഇതെല്ലാം കഴിഞ്ഞ് നശിച്ചു പോയിരുന്ന ലൈഫ്. അപ്പം അവൻ പറയും എൻ്റെ ലൈഫ് ഇങ്ങനെ ആക്കിയത് ആ ഒരു പോൺ സ്റ്റാറാണ്, അല്ലാതെ ആ പോൺ സ്റ്റാറിന് പുറകെ പ്രവർത്തിച്ചിട്ടുള്ള കമ്പനി ഒന്നുമല്ല, ആ പോൺ സ്റ്റാറാണ്. ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഫീമെയിൽ പോൺ സ്റ്റാറോ അല്ലെങ്കിൽ മെയിൽ പോൺ സ്റ്റാറോ അപ്പോഴത്തേക്കും വടിയായി കാണും. മെയിൻ കാര്യം ആത്മഹത്യയാണ്, അല്ലെങ്കിൽ വല്ലോ ഡ്രഗ് ഓവർഡോസ് ഒക്കെ ആയിരിക്കും. കാരണം അവർക്ക് അത് വെച്ചാണ് അവർ പിടിച്ചു നിൽക്കുന്ന സീനിൽ. നമ്മൾ ഈ കാണുന്ന ഒരു മണിക്കൂറിൻ്റെ സീൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ 5-6 ദിവസം ഡ്രഗ് അടിച്ച് ഷൂട്ട് ചെയ്യുന്ന സീനൊക്കെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന പൈസ എൻജോയ് പോലും ചെയ്യുന്നില്ല, നിങ്ങളെല്ലാം തീർന്നു പോവാണ് ചെയ്യുന്നത്. വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ടോപ്പിക്കിന് ഈ വീഡിയോ ഒന്നും പോരാ, ഒരുപാട് വീഡിയോസ് വരാൻ കിടക്കുവാണ് ഈ ടോപ്പിക്കിനെ പറ്റി. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ, ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊങ്കർ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം കീഴടക്കേണ്ടത് നമ്മുടെ ലസ്റ്റിനെയാണ്, അല്ലെങ്കിൽ കാമത്തെയാണ്. അതിനെ കീഴടക്കിയ ഒരാൾക്ക് മാത്രമേ ലൈഫിൽ എല്ലാം നേടാൻ പറ്റത്തുള്ളൂ. അതായത് ഇത് നമ്മുടെ ലൈഫിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കാറുണ്ട് ലൈഫിൽ എനിക്ക് ഒബ്സ്റ്റക്കിൾസ് ഒന്നുമില്ല നേരിടാൻ വേണ്ടി ബ്രോ അല്ലെങ്കിൽ സിസ്, എവ്രിബഡി ഗോട്ട് ആൻ ഒബ്സ്റ്റിക്കിൾ, ദാറ്റ് ഈസ് ലസ്റ്റ്. ഓക്കെ, ഈ ലസ്റ്റിനെ നിങ്ങൾ മറികടക്കുക, ലസ്റ്റിനെ നിങ്ങൾ പിടിച്ചു കെട്ടി അതിനെ മറികടന്ന് കഴിയുമ്പോഴത്തേക്കും യു ക്യാൻ അച്ചീവ് എവറിത്തിങ് ഔട്ട് ദർ. സോ ടുഡേ ഓൺവേർഡ്സ് നിങ്ങൾ ലസ്റ്റിനെ ഫൈറ്റ് ചെയ്യുക. സ്റ്റേ സ്ട്രോങ് ആൻഡ് വെയിറ്റ് ഫോർ മൈ ന്യൂ വീഡിയോസ്.